അല്ല നിങ്ങൾ ഇത്ര ദിവസം എവിടെയായിരുന്നു? ആ കുട്ടീനെ ഇന്ന് എവിടെ കൊണ്ടാക്കിട്ട് പോയതല്ലേ? അല്ലേ? കുട്ടിക്ക് എന്തായിരുന്നു ആശുപത്രിയിൽ വെച്ചിട്ട്? അത് എനിക്ക് ഓർമ്മയില്ലേ? അതിന് മഞ്ഞപ്പിത്തായിരുന്നു. അതുകൊണ്ടായി കാണാൻ വരാഞ്ഞേ. അല്ല മഞ്ഞപ്പിത്ത അല്ലാതെ നീലപ്പിത്തുണ്ടോ? പിന്നെ വേറെ തന്നെ പ്രാന്ത് പിടിപ്പിക്കല്ല. 100 കാര്യങ്ങളായിട്ട് അണക്കാണ് ഞാൻ. ഓളും കുട്ടി ഈ പെരയിൽ വന്നിട്ട് ഇത്ര ദിവസമായി. ഈ പെരയിലേക്ക് ഇത്തിരി പരിപ്പ് കൊണ്ടുവരാൻ എനിക്ക് തോന്നിണ്ടാ? എന്തിന് എന്റെ കുട്ടിക്ക് ഗ്യാസ് ഉണ്ടാക്കാനോ? ഒന്നാമത്തെ കാര്യം മഞ്ഞ കളറാണ് പരിപ്പ്. പരിപ്പും മത്തങ്ങൊന്നും ഞാൻ മേടിക്കൂല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നാ പിന്നെ ഇത്തിരി നീലം മേടിച്ചൂടെ? തുണിയിൽ മുക്കിക്കൂടെ നീലം? എന്തിന് നീലം വാങ്ങണേ? നീല കുപ്പായത്തിൽ ആരെങ്കിലും നീലം മുക്കോ? അവൾ ഇട്ടേക്കണോക്ക് നീലാണ്, ഞാൻ ഇട്ടേക്കണോക്ക് നീലാണ്. എന്റെ കുട്ടിക്കും നീല തന്നെ എടുക്കുള്ളോ? ഇങ്ങക്ക് നിങ്ങളുടെ ഉടുപ്പിൽ നീല മുക്കണം. ചങ്ങള് അരി എടുത്ത് വെച്ചോളി. നീലം മേടിക്കണ്ട, മഞ്ഞ മേടിക്കണ്ട. എടാ അരി വെളുത്തിട്ടല്ലേ? എനിക്ക് 1 കിലോ അരി മേടിച്ചൂടെ? അങ്ങോട്ട് എന്ത് അരി മേടിച്ചൂടാന്ന്? ഒന്നാമത്തെ 100 കാര്യമായിട്ട് പഠിച്ചു നടക്കുക. അതിന്റെ ഇടയിൽ വന്നിട്ട് ഓരോ വർത്താനം പറയണേ. നിങ്ങൾക്ക് എന്താണ് വേറെ കാര്യം ഇന്ത്യൻ കുട്ടീന്റെ അല്ലാതെ? എനിക്കൊന്നും അറിയില്ല. ഇവിടെ അർജന്റീന ഇന്ത്യയിൽ കളിക്കാൻ വരാൻ പറഞ്ഞിട്ട് സമ്മതിക്കാത്ത ഇന്ത്യയിലാണ് ഞാൻ ഇവിടെ നിക്കണേ. അത് മനസ്സിലാക്കി പോയി. അതിന് നിങ്ങൾ എന്താക്കാൻ പോവാ? ഞാൻ സമരം ചെയ്യും. എന്നിട്ട് മരിക്കച്ച മരിക്കുവാ എന്നെ. അതെ, ഈ മരിക്കൂല അന്ന ഞമ്മള് കൊല്ലിയേക്കും. അങ്ങനെ കൊല്ലി ഈ മുണ്ടാണ്ടക്കടി അതാ ഇല്ല നല്ലത്. അതെ, നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചാ? എന്ത്? എടാ ജനന സർട്ടിഫിക്കറ്റ് മേടിച്ചോന്ന്. എന്തിന് മേടിക്കണേ? കുട്ടി ജനിച്ചില്ല, എന്നെ എടുക്ക സർട്ടിഫിക്കറ്റ്? കട്ടാണ് റബ്ബേ. എടാ സുക്കൂറിനെ സ്കൂളിൽ ചേർത്തുമ്പോ അത് മാണ്ടേ? ഏത് സുക്കൂറിനെ? അന്റെ മോൻ അകത്ത് കിടക്കണേ. ഇന്റെ മോൻ മെസ്സിക്കോയാണ്, അല്ലാണ്ട് കുക്കൂറല്ല. മെസ്സിക്കോയാന്നൊക്കെ ഇഞ്ചി പെരേന്ന് വിളിച്ചാ മതി. കോയ സ്കൂളിൽ ചേർത്തുമ്പോ ഓൻ സുക്കൂർ കോയാണ്. പിന്നെ അങ്ങോട്ട് വിളിച്ചോക്കെ ആ ടീച്ചറെ നാക്കാൻ ചവിട്ടി കളിക്കും. ഒന്നാമത്തെ എന്റെ കുട്ടീനെ സ്കൂൾക്ക് വിടുന്നില്ല. ഇവിടെ പന്ത് കളിക്കാൻ നേരണ്ടോ? കഷ്ടാണ് റബ്ബേ. എന്താ പറയണേ? അതിങ്ങോട്ട് തന്നെ ഞാൻ എന്റെ കുട്ടി കൊണ്ടുപോയി കൊടുക്കട്ടെ. അല്ല പിന്നെ മാനേ മെസ്സിക്കോയേ സുക്കൂറിന് വിളിക്കടാ. സുക്കൂറ് കടന്നു പോയിക്കോ. നിങ്ങളോട് ഏറിയ പിരാന്തന്മാരെ ഞാൻ കണ്ടു. ഇമ്മാരി ഒരു പിരാന്തനെ ഞാൻ കണ്ടില്ലല്ലോ സൂറ. ആ മെസ്സി ഇങ്ങോട്ട് പണ്ടാറടക്കാൻ ഞാൻ നന്നായി. ഇല്ലെങ്കിൽ ഇവനെ പോലെ കൊറേ കിടന്ന് പറഞ്ഞ മോങ്ങേനി. ആ ലോകകപ്പ് കഴിഞ്ഞപ്പോ ഇതൊക്കെ കഴിഞ്ഞു വിചാരിച്ചാ ഞാൻ. അതിനിടയ്ക്ക് അപ്പൊ വീണ്ടും ഓനം കൊണ്ട് പണ്ടാറടക്കണേ. ഇവിടെ കൊറേ ഫ്ലക്സും വെച്ച് പണിക്കും പോവാണ്ട് ഓനെപ്പോലെ നടക്കും. അതപ്പോ അവിടെ ഉണ്ടാവുക. വാപ്പ ഒന്നാമത് നിങ്ങൾ കാണുമ്പോ വഴക്ക് പറഞ്ഞിട്ടാണ്. ഒന്ന് സ്നേഹത്തിൽ പറഞ്ഞ മൂപ്പര് നന്നാവൂ. ആരോനോ സ്നേഹത്തിൽ പറഞ്ഞിട്ടോ? കോയോ സൂറ മെസ്സി എവിടെ? മിക്സി അടുക്കളയില്. മിക്സി അല്ല, എന്റെ മോൻ മെസ്സിക്കോയാ. മെസ്സിയുടെ സുക്കൂറേടേന്ന് അകത്ത്. ഏതകത്ത്? ഇന്റെ അകത്ത്. എന്റെ അക എവിടെയാണ്? എന്റെ അകൊന്നും കൊണ്ട് കാണിച്ചു കൊടുക്ക്. എടാ വല്ലപ്പോഴൊക്കെ ഭാര്യ വീട്ടിലൊന്ന് പറഞ്ഞോ, നല്ല അക ഏതാന്ന് അറിയുള്ളൂ. ഇവിടെ ഒരു ഓലപ്പന്തം കൂടി ഇല്ലാത്ത വീട്ടിലേക്ക് ആരെ വരുന്നേ? ഓ, അല്ലാത്തൊരു മുറ്റുണ്ട് എന്നല്ലാണ്ട് ഒരു പന്തുണ്ട് അവിടെ. ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. നിന്നാലും ഞാൻ ഓൻ എന്തെങ്കിലും ചെയ്തു പോകും. എത്ര ആലോചന വന്ന എന്റെ മോക്ക്. അവസാനം വന്ന് പെട്ടത് ഈ സൈത്താന്റെ തലയിലാണ്. ഓനങ്ങ് നോക്കുവേനെ. ഓ കൊഴിപ്പിച്ച്. ആ ചാട്ടത്തിലൊന്ന് വീണിരുന്നെങ്കിൽ ഇത്തിരി സ്വൈര്യം ഉണ്ടായിരുന്നു. ഈ പെണ്ണ ഞാൻ വെറുതെ വേള ഉണ്ടാക്കാണ്. 1 മാസമായി പണിക്ക് പോയിട്ട് 10ന്റെ പൈസ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇണക്കത്തിൽ നിന്ന ചെലവിന് ഞാൻ തരണ്ടേ? അല്ല പിന്നെ ഇത് കുട്ടീനെ എവിടെ വെച്ചാ കാണിച്ചാട്ട് അതാ കരയണ്. പേശിക്കോയേ കുന്നത്ത് സതീശന്റെ ഭാര്യയും അമ്മയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വലിയ വടി 1, ചെറിയ വടി 1. പോരെ? ഇതോടെ പ്രശ്നമൊക്കെ തീരുമല്ലോ. പിന്നെ തീരുന്നു. ദേവി എല്ലാ പരിഹാരാക്കും. അത് 150. 400 തരാം. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെടി വഴിപാട് കഴിക്കുന്നവർ കൗണ്ടറിൽ പൈസ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. അതെ, ഒരു വഴിപാടും കൂടി വേണം. അതല്ലേ അന്നത്തെ വലിച്ചില്ലേ? നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ അർജന്റീനക്ക് കപ്പടിച്ചില്ലേ? മെസ്സി ഗോളടിച്ചല്ലോ. പിന്നെ നമ്മളെ ദേവി എന്ന് പറഞ്ഞ വല്ലാത്ത ദേവിയാണ്. ഭയങ്കര വിശ്വാസം. പിന്നെന്താ എന്റെ കാര്യം അങ്ങനെയാണ്. ഈ ഒരു ആവശ്യം നടക്കാൻ വേണ്ടി ഞാൻ എവിടെയും പോകും. അത് വേറെ കാര്യം. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ലോകകപ്പിന്റെ അല്ല, ഇപ്പൊ മെസ്സി നമ്മള് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ മെസ്സി അമ്പലത്തിലേക്കാ? അമ്പലത്തിലേക്കല്ല, അമ്പലത്തിലേക്ക് നിങ്ങള് ജയിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റോ? ഇവിടെ കേരളത്തിലേക്ക് കളിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടര്
അതല്ലേ ആ പല ജാതി തടസ്സങ്ങളാണ് എന്റെ ഒന്ന് ആലോചിച്ച് നോക്ക് രാഘവട്ട. ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ നാട്ടിലേക്ക് വരാ പറയുമ്പോ അത് തടയണ ജാതികൾ എന്ത് വേണോ? അതെ അതെ അതെ. അപ്പൊ എല്ലാ മുട്ടും തീർന്നിട്ട് ഓനിക്ക് ഇങ്ങോട്ട് കാലുത്താൻ പറ്റണം. ഈക്ക് മെസ്സിനെ ഒന്ന് കാണാനും പറ്റണം. അതെ അതെ നമുക്കെല്ലാം കാണാലോ. അതെ, അതിനുള്ളൊരു വഴിപാടാണ്. അതെ. അപ്പൊ അത് എങ്ങനെയുണ്ട്? എന്തായാലും ഇപ്പൊ നക്ഷത്രം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ അതിന്റെ മൂപ്പരുടെ ഈ ഗൂഗിളിൽ കയറിയിട്ട് അതിന്റെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. അതെയല്ലേ? ആ അത് പേര് ഇങ്ങനെയാണ്, ലയണൽ ആന്ദ്രേസ് മെസ്സി. ജനനതീയതി ജൂൺ 24, 1957. അപ്പൊ നക്ഷത്രം വേണ്ടേ? നക്ഷത്രം ഇനി പിന്നെ വേണമെങ്കിൽ ക്രിസ്മസിന് പുറത്തേക്ക് ഇറങ്ങിയാൽ കിട്ടും. അല്ല അതല്ല, അതിപ്പോ ഈ ജോത്സ്യന്റെ അടുക്കുന്ന ഗണിച്ച് ഏത് നക്ഷത്ര വരിക? ഗണിക്കാൻ എവിടെ അതിന് അർജന്റീനക്കാർക്ക് എന്ത് നക്ഷത്രം? നിങ്ങൾ എന്ത് പറയുന്നത്? അല്ല എന്നാ അന്നത്തെ പോലെ എല്ലാ നക്ഷത്രവും അങ്ങനെ ചെയ്തോളൂ, അത് കുഴപ്പമില്ല, അത് ചെയ്തോളൂ. എന്നാ പേര് പറഞ്ഞ്? പേര് ലയണൽ ആന്ദ്രേസ് മെസ്സി. ലയണൽ ആന്ദ്രേസ് മെസ്സി. വെറുതെ മെസ്സി എന്ന് ഓർത്തിട്ട് തന്നെ ലോകകപ്പ് കിട്ടിയവരാണത്. ഇത് നിങ്ങള് മുഴുവൻ എഴുതേണ്ട കാര്യമൊന്നുമില്ല, നല്ല എഴുതി കളി. മെസ്സി. ജനനതീയതി ജൂൺ 24. അപ്പൊ 24 1987. 1987. 1987. ഇതില് ഓനിക്ക് ഇവിടെ ഈ ഒരു വഴിപാട് കഴിഞ്ഞ ഉടനെ ഓനിക്ക് അങ്ങോട്ട് വരാൻ പറ്റണം. ഇക്കൊന്ന് കാണും വേണം, അത്ര വേണ്ട. അല്ലാണ്ട് പിന്നോടെ വന്ന് ചോറ് കഴിക്കൊന്നും വേണ്ട. ഇക്കൊന്ന് മൂപ്പരനെ കാണണം, ഇങ്ങോട്ട് വരാൻ പറ്റണം. അതിന് തടസ്സം നിൽക്കണ സകല അംക്കിങ്ങളും ഇല്ലാത്ത അവിടെ അത്രക്ക് തയ്ച്ചിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? എന്നാ 2 വെടി വഴിപാടും ആയിക്കോട്ടെ, 2 വെടിയും കൂടി ആയിക്കോട്ടെ. ആ വെടിക്ക് അങ്ങനെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, വെച്ചോളി. എന്നാ പേര് പറഞ്ഞ ലയണൽ. നിങ്ങൾ എപ്പോഴും ചോദിക്കല്ലേ, ഇത് തെറ്റും. ലയണൽ ആന്ദ്രേസ് മെസ്സി അല്ലേ? ആ ലയണൽ ആന്ത്രോസ് മെസ്സി. ആന്ത്രോസ് അല്ല, ആന്ദ്രേസ്. ലയണൽ ആന്ത്രേസ് മെസ്സി. വലിയ വെടി 1, ചെറിയ വെടി 1. ആയിക്കോട്ടെ. ഈ വെടി തെറ്റി പോകുന്നില്ലല്ലോ? ഇല്ല തെറ്റൊന്നുമില്ല. ആയിക്കോട്ടെ. എത്ര? അപ്പൊ അത് എല്ലാം കൂടി 250, 300. 300 റുപ്യ. ഞാൻ കറക്റ്റ് പൈസ ആയിട്ടാണല്ലോ വന്നേക്കണേ. 300 റുപ്യ. ഞാൻ 50 റുപ്യ ബാക്കി ഉണ്ടാവും ചോദിച്ചാ. അല്ല വേണ്ടാട്ടാ, ഇരുന്നോട്ടെ. എന്നാ ശരി കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ ആയിക്കോട്ടെ, നിങ്ങളും പ്രാർത്ഥിച്ചാൽ. ഞാൻ പ്രാർത്ഥിച്ചില്ലെന്നേ, കാര്യമായിട്ട്. നല്ലൊരു മനുഷ്യന്മാരിയല്ലേ നമ്മളെ നാട്ടിലേക്ക് കേട്ടോ. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ലോകം മുഴുവൻ ആരാധകരുള്ള ഫുട്ബോൾ മിശിക എന്നറിയപ്പെടുന്ന സാക്ഷാൽ മെസ്സി നയിക്കുന്ന അർജന്റീനൻ ഫുട്ബോൾ ടീം നമ്മുടെ ഇന്ത്യയുമായി സൗഹൃദ മത്സരം കളിക്കാമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആ മത്സരം നിഷേധിച്ച ഫുട്ബോൾ അസോസിയേഷന്റെ നിലപാടിനെതിരെ നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയാണ് ഇവിടെ ആരംഭിക്കുന്നത്. യോഗത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി നമ്മുടെ സംഘടനയുടെ രക്ഷാധികാരിയും മികച്ച ഫുട്ബോളറും നമ്മുടെ ബഹുമാനപ്പെട്ട സത്യശീലൻ സാറിനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഫുട്ബോൾ സംഘടനയുടെ തലതിരിഞ്ഞ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, 1950 ബൂട്ട് വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞിട്ടാണ് ലോകകപ്പിൽ കളിക്കാൻ യോഗ്യത ഉണ്ടായിട്ടും നമ്മൾ ആ കളി നിരസിച്ചത്. ഇതുപോലുള്ള മണ്ടത്തരം ലോകത്തേതെങ്കിലും രാജ്യങ്ങൾ ചെയ്യുമോ? ആലോചിച്ച് നോക്കേണ്ടതാണ്. അത് ശരി, അപ്പൊ പുതിയതല്ല. നിങ്ങൾ അറിയണം, അവരുടെ ഈ തീരുമാനവും ചരിത്രപരമായ ഒരു വലിയ മണ്ടത്തരമായിരുന്നു എന്ന് അവർക്ക് നാളെ ബോധ്യപ്പെടും. കാശില്ല, എന്ത് ചോദിച്ചാലും കാശില്ല, പണമില്ല. എന്നാലോ കളിക്കാർ നന്നായി കളിക്കുന്നതിന് വേണ്ടി ജ്യോത്സ്യന്മാർക്ക് പണം കൊടുത്തിട്ടുള്ള ചരിത്രം, ലക്ഷങ്ങൾ ജ്യോത്സ്യന്മാർക്ക് കൊടുത്തിട്ടുള്ളതിന്റെ വാർത്ത നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞതാണ്. ഐശ്വര്യ, അപ്പൊ ജ്യോത്സ്യന്മാരെ കളിക്കണേ. 2011
കൽക്കട്ടയിൽ വെച്ച് അർജന്റീനയും വെനിസ്വലയും തമ്മിലുള്ള മത്സരത്തിൽ അവിടെ സ്റ്റേഡിയത്തിൽ കാണാൻ വന്നത് 85,000 പേരാണ്. ഇന്ന് ആ സ്ഥാനത്ത് അതിന്റെ ഇരട്ടിയെങ്കിലും ആളുകൾ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടാവില്ലേ? അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റ് വെച്ച് കിട്ടുന്ന പൈസ മാത്രം മതി ഇവരെ പിരിച്ചുവിടാൻ. ബാക്കി പൈസ ഈ സംഘടനയ്ക്ക് കൊണ്ടുപോയിട്ട് അവരുടെ വെട്ടിയിൽ വെക്കാം, വെച്ചുകൂടെ? എന്നാൽ അതിനൊന്നും ശ്രമിക്കാതെ ഈ തലതിരിഞ്ഞ തീരുമാനം അവർ എടുത്തിരിക്കുകയാണ്. സമ്മതിക്കരുത് കേട്ടോ, സമ്മതിക്കരുത്. ലോകത്തിലെ 1-ാം നമ്പർ കളിക്കാരുമായി കളിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ കളിക്കാർക്കുണ്ടാകുന്ന കളിപരിചയം, ഒപ്പം അതുവഴി കിട്ടുന്ന ലോകപരിചയം, ലോക ശ്രദ്ധ, യുവാക്കളുടെ ഉണർവ്, ഫുട്ബോളിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. അതെല്ലാമാണ് ഇവർ നശിപ്പിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്കിടയിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ഉറപ്പായിട്ടുണ്ടാവണം. ഇതിന് 2 ദിവസം ബന്ധം നടത്തിയിട്ട് സകലം അല്ല പാരണയൊക്കെ കംപ്ലീറ്റ് കടകൾ ബ്ലോക്ക് ചെയ്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ നമുക്കിവിടെ കേരളത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സർക്കാർ അതിനുള്ള ചില ചരടുവലികളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം കേരള സർക്കാരിനുണ്ടെങ്കിൽ ബക്കറ്റ് പിരിവ് എടുത്തിട്ടാണെങ്കിലും അർജന്റീനയുടെ കളി നമ്മളിവിടെ കൊണ്ടുവരും. എന്തേ? അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഫുട്ബോൾ സംഘടനയുടെ ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുക എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടിയിട്ടുള്ള ഈ പ്രതിഷേധ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എന്ത് പണി കാണിച്ചു? ഇപ്പൊ അങ്ങനെ ഭാരതത്തിന് മാത്രം കുറ്റം പറയണ എന്താ? അർജന്റീന വിളിച്ചില്ല പറഞ്ഞിട്ട് ഈ കണ്ട ആരാധകർ നമ്മുടെ ഭാരതത്തിലില്ലേ? എന്നാ ഒരു പരിഗണന വെച്ചെങ്കിലും ഇവര് കോടിക്കണക്കിന് ഉറുപ്പിക മേടിക്കണം, ഒന്നാണ്ട് കുറച്ചൊക്കെ നമ്മൾ ഭാരതത്തിലേക്ക് കൊണ്ടില്ലേ? എവിടുന്ന് കുറയ്ക്കും ചങ്ങായി? അവർക്കൊക്കെ ഇങ്ങോട്ട് വരണ്ടേ? അതിനുള്ള പൈസ അല്ലേ ചോദിക്കാവും? നീ കണ്ടമാനം പൈസ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടേ? അത് ശരി, അത് വെറുതെ ഉണ്ടാക്കിയ കൈവല്ല. അത് പോട്ടെ, ഞാൻ ന്യായീകരിച്ചൊക്കെ ഒരുപാടുണ്ടോ? ഞാൻ പറയാൻ വന്നതല്ല. ഇതിപ്പോ ഞങ്ങൾ ഈ ക്ലബിലുള്ളതല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പ്രതിഷേധ കൂട്ടായ്മ ഉണ്ടാക്കുമ്പോ അത് ഞങ്ങളെ കൂടി അറിയിക്കണ്ടേ? ഞങ്ങൾ ഈ ക്ലബിലെ മെമ്പർമാരല്ലേ? എന്തിനാണ് ഞങ്ങൾ ആളാം ചെവിയിൽ പോയി പറഞ്ഞു? 600 ഇങ്ങോട്ട് വന്നു. മീറ്റിംഗ് വയ്ക്കുമ്പോ ഞങ്ങളെ കൂടിയിട്ട് മീറ്റിംഗ് വരണ്ടേ? അല്ലല്ല, സത്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവർക്ക് എപ്പോഴും ഉണ്ട് ഒരു കാര്യം സംഘടിപ്പിക്കുമ്പോ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ ബ്രസീൽ ആരും ഒഴിവാക്കിയിട്ടെന്നോ തോന്നണേ. ഞങ്ങൾ ഈ ബ്രസീലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെന്നുള്ളൂ. ഇതിന് മറ്റു രാജ്യങ്ങളെ എതിർക്കണമെന്നില്ല. ഈ മെസ്സി അർജന്റീന ഭാരതത്തിൽ വന്ന് കളിക്കുന്നതിൽ ആഗ്രഹമുള്ള ആൾക്കാരെ വന്നില്ലേ? ആൾക്കാർ കളിക്കാൻ അസൂയ മൂത്തിട്ട് പറയാണ്. അസൂയ മൂത്തിട്ട് പറയാൻ ഞങ്ങളെല്ലാരും അസൂയ മൂത്ത് പറയാം. അർജന്റീന വന്നാലോന്നുള്ള അസൂയാണ്. പോയി പറഞ്ഞില്ല.